ഹായ് ഫ്രണ്ട്സ്, എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ വൻ ഓൺലൈൻ തട്ടിപ്പാണ് നടക്കുന്നത്. അത് ഇനി എനിക്ക് അബദ്ധം പറ്റി അത് നിങ്ങൾക്ക് പറ്റരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. റീച്ചിന് വേണ്ടിയിട്ടൊന്നുമല്ല, തെളിവ് സഹിതം ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് ക്ഷമയോടെ ഇത് മുഴുവനായിട്ട് കേൾക്കുക, അല്ലെങ്കിൽ വെറുതെ പോക്കറ്റ് ചോർന്നു പോകുന്നത് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ആദ്യം ഞാൻ ആ പരസ്യം കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ FB ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഏതിൽ നോക്കിയാലും ഭയങ്കര പരസ്യമാണ്, എല്ലാം നമ്മളെ ആകർഷിക്കും. അപ്പൊ ഞാനൊരു കുർത്തി കണ്ടിട്ടാണ്, അത് ഇൻസ്റ്റയിലാണ്, അത് നിറയെ പരസ്യം കാണുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, നിങ്ങൾ നോക്കൂ ആദ്യം. എന്നിട്ട് പച്ച മലയാളത്തിലാണ്, നല്ല മലയാളത്തിലാണ് പറയുന്നത്. പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ അവർ കാണിച്ച നെറുകേട് എന്താണെന്നറിയാമോ? നോക്കൂ. സൈഡിൽ ബ്ലാക്കറ്റ് വിത്ത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടൊക്കെ വരുന്ന ഒരു ഇൻഡോ വെസ്റ്റേൺ ടച്ച് തരാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് കോളർ പാറ്റേൺ വരുന്ന പ്രിന്റഡ് ഫ്രോക്സിന്റെ കളക്ഷൻസ് ആണ് നാളെ രാവിലെ 8 മണിക്ക് റെഡി ഫോർ ഡെസ്പാച്ച് ആയിരിക്കും. ഡീറ്റെയിൽ വീഡിയോ 8 മണിക്ക് ഉണ്ടാവും. അത് കണ്ടിട്ട് എടുത്താൽ മതി എന്നുള്ളവർ മോർണിംഗ് 8 വീഡിയോ വാച്ച് ചെയ്യുക. അതർവൈസ് ഇപ്പോഴും കണ്ടോ, ഇങ്ങനെ എല്ലാം ആകർഷകമായിട്ട് നമ്മൾ ഈ പരസ്യത്തിൽ ഇവർ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇതേ കാണിക്കുന്ന ഈ എനിക്കിങ്ങനെ ബ്ലാക്കിന്റെ ഒത്തിരി കളറുള്ളതുകൊണ്ട് ഞാൻ ബ്ലൂ ആണ് സെലക്ട് ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനത് ആ നമ്പറിൽ വാട്സപ്പിലാണ് അവർ കോൺടാക്ട് ചെയ്യാൻ പറയുന്നത്. കോൺടാക്ട് ചെയ്തപ്പോൾ അവർ സൈസും കാര്യങ്ങളും ഡീറ്റെയിലും അതുപോലെ നമ്മുടെ അഡ്രസ്സും എല്ലാം അയക്കാൻ പറഞ്ഞു. അയച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിൽ 550 എന്നാണ് പ്രൈസ് പറഞ്ഞിട്ടുള്ളത്, 550. അത് ആ പരസ്യത്തിൽ തന്നെ അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 550 രൂപ ഗൂഗിൾ പേ അയക്കാൻ പറഞ്ഞു. ഞാൻ ആ 550 രൂപ ഗൂഗിൾ പേ, അത് അവര് അതിന്റെ QR കോഡൊക്കെ നമുക്ക് ഇങ്ങനെ വാട്സപ്പിൽ അയച്ചു തരുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാൻ കാണിക്കുന്നത്. ഇത് നിങ്ങൾ ഓരോന്ന് കാണണം. അപ്പൊ ഞാൻ 550 രൂപ ഗൂഗിൾ പേ അയച്ചു കൊടുത്തു. അത് സന്ദീപ് എന്ന ഒരു പേരിലാണ്, കാരണം ആ വാട്സപ്പ് നമ്പർ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ സന്ദീപ് എന്ന പേരിലാണ് GPay നമ്പർ ഉള്ളത്. എന്നിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അത് അയച്ചു കൊടുത്തു. അത് അയച്ചു കൊടുത്തു കഴിഞ്ഞ ശേഷം അടുത്ത മെസ്സേജ് നമുക്ക് വരികയാണ് 299 299 രൂപ ഷിപ്പിംഗ് ചാർജ് കൂടെ അയക്കണം എന്നുള്ളത്. അന്തം വിട്ടുപോയി. 299 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് പറയുന്നത്. കാരണം ഈ പരസ്യത്തിൽ അവർ വെറും 550 രൂപ മാത്രമാണ് നമ്മളോട് പറയുന്നത്, വേറെ ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ ഈശോടാ എന്റെ 550 രൂപ പോയല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ടാണെങ്കിൽ ഞാൻ 299 രൂപ ഞാനത് അയച്ചു കൊടുത്തു. സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നമുക്ക് ഷിപ്പിംഗ് ചാർജ് എന്തായാലും 550 പോയി, ഇനി കിട്ടണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ 299 അയച്ചു, സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം അടുത്ത മെസ്സേജ് അയക്കുന്നു, എത്ര 598 രൂപ എന്ന് പറഞ്ഞ പാക്കിംഗ് ചാർജ് 598 രൂപ. അവർ പറയണ മെസ്സേജ് കാണുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. 598 രൂപ പാക്കിംഗ് ചാർജ് നിങ്ങൾക്ക് അയച്ചെങ്കിൽ മാത്രമേ ഈ സാധനം, ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തുള്ളൂ എന്നുള്ളത്. ഇത് എവിടെ ഇവർ പറയുന്നില്ല. 550 രൂപ മാത്രമാണ് ഈ ടോപ്പിന് അവർ പറയുന്നത്. അങ്ങനെ ഈ 598 രൂപയും കൂടി അയച്ചാല് അപ്പൊ ഞാൻ അതിന് വോയിസ് ഇട്ടു. കാരണം ഇവർ എല്ലാം മലയാളത്തിലാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വോയിസ് ഇട്ടപ്പോൾ അവരോട് നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ അതും ചെയ്തപ്പോൾ പറയാം, നിങ്ങൾ എന്താണ് 598 രൂപ നിങ്ങൾ അടയ്ക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് ടോപ്പ് വന്ന ശേഷം ഞങ്ങളത് തിരിച്ച് റീപേ ചെയ്യാം, നിങ്ങൾക്ക് ഡെലിവറി തരുമ്പം ചെയ്യാം. ഇപ്പൊ നിങ്ങൾ അയച്ചാലും ഞങ്ങൾക്ക് ഇത് അയക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ ഇമാതിരി 550 രൂപ കാണിച്ചിട്ട് ഏതാണ്ട് 1300 350 രൂപയോളം ഇതിനൊരു വില വരുന്നുണ്ട്. ഈ 598 നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും പറയും. ആക്ച്വലി ഇതൊരു ആണും പെണ്ണും, കാരണം ഇത് ഭാര്യയും ഭർത്താവാണെന്നുള്ളത് അറിയില്ല, നല്ല ഉടായ്പ പരിപാടിയായിട്ടാണ് ഇവരിങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. ഇത് നല്ല അസൽ തട്ടിപ്പാണ്. എൻ്റെ 550 രൂപയും പോയി, 299 രൂപയും പോയി. അപ്പൊ ഏതാണ്ട് എനിക്ക് 840 സംതിങ് എനിക്ക് പോയിട്ടുണ്ട്. ഞാൻ ആ നഷ്ടത്തിൽ ഇരിക്കുന്നതാണ്. നമ്മുടെ ഓരോ പൈസയ്ക്ക് നമ്മുടെ വേർപ്പാണ്, നമ്മുടെ അധ്വാനത്തിന്റെയാണ് ആ പൈസ. അത് എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം ഇനി നമ്മൾ അതിൽ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇതുപോലത്തെ പരസ്യങ്ങൾ കാണുന്നതിൽ വീഴാതിരിക്കുക എന്നുള്ള പാഠമാണ് പഠിക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ 598 കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് ആ ടോപ്പ് വന്നില്ല, ആ കുർത്തി എനിക്ക് വന്നില്ല. പക്ഷെ ഈ 598 അയച്ചു കൊടുത്താലും ആ സാധനം വരില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പൊ ഇതുപോലെ പരസ്യങ്ങളിൽ വീഴാതിരിക്കുക, ഇത് കണ്ട് ആരും വാങ്ങാതിരിക്കുക. അതുകൊണ്ട് ഇവരുടെ സകല ഡീറ്റെയിൽസ് ഞാൻ വെക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടെങ്കിൽ ഈ പരസ്യം കണ്ടാൽ നിങ്ങൾ ആരും എടുക്കരുത്. ഇത് വൻ ചതിയാണ്. എനിക്ക് പറ്റിയത് നിങ്ങൾക്കാർക്കും പറ്റാതിരിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഞാൻ റീച്ചിന് വേറെ കാര്യത്തിനൊന്നുമല്ല. ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നിങ്ങളെങ്കിലും ഇതുപോലെ പണം നഷ്ടപ്പെടാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് നല്ല ക്വാളിറ്റി ആണെങ്കിലും ശരി, ലോ ക്വാളിറ്റി ആണെങ്കിലും ശരി, നേരിട്ട് കടയിൽ പോയി എടുക്കേണ്ടത്. അല്ലാതെ തന്നെ നമുക്ക് ഫ്ലിപ്പോ മീഷോയോ ആമസോൺ അതുപോലത്തെ
രജിസ്റ്റേർഡ് ആയിട്ടുള്ള നിറയെ ആപ്പുകളുണ്ട്. അതിലൊക്കെ കയറിയിട്ട് ഓൺലൈൻ ഷോപ്പിങ്ങിനിട്ട് അതിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കത് ഷോപ്പിംഗ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ശരിയായില്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ മാറ്റിയെടുക്കാം. അങ്ങനെയെല്ലാം ഉണ്ട്. അത് ക്യാഷ് ഓൺ ഡെലിവറി എല്ലാം ഉണ്ട്. ഇത് അങ്ങനെയല്ല. നമ്മൾ ആദ്യം കാശ് അടച്ച് കഴിഞ്ഞ് ഫുൾ തട്ടിപ്പാണ്. പിന്നെ അവർ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയും. ഞാൻ കേസ് കൊടുക്കുന്നൊക്കെ ആയിരുന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ കൊടുത്തോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാത്തിനും തുനിഞ്ഞിറങ്ങി നിൽക്കുന്നവരാണ് ഇവർ. കാരണം ഇങ്ങനെ തട്ടിപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നവർ അതാണ്. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ഇൻസ്റ്റയിൽ നിന്നാണ് വാട്സപ്പിലേക്ക് ലിങ്ക് കൊടുത്തിട്ട് ഞാനതൊക്കെ അയച്ചത്. എന്നിട്ട് ഞാൻ വീണ്ടും ഇൻസ്റ്റയിൽ കയറുമ്പോൾ അവരെന്നെ ബ്ലോക്ക് ചെയ്തു. ഡീസെന്റ് ആയിട്ട് അവരത് ചെയ്തു. കാരണം എനിക്ക് എൻ്റെ ഇതിന്ന് ഇൻസ്റ്റയിൽ നിന്ന് അവരത് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഈ ഫോട്ടോ കാര്യങ്ങൾ അവരുടെ സകല ഡീറ്റെയിൽസ് വെച്ച് ഞാൻ എൻ്റെ കസിന് അയച്ചു കൊടുത്തപ്പം എൻ്റെ കസിൻ സിസ്റ്ററാണ് ഈ ഒരു പരസ്യം കണ്ടപ്പം എനിക്ക് തിരിച്ചയച്ചെന്ന്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചത്. അപ്പോൾ എൻ്റെ അനുഭവം കൊണ്ട് പറയണം, നിങ്ങൾ ആരും ഈ തട്ടിപ്പിന് ഇരയാകരുത്. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കൂ. എൻ്റെയോ പണം പോയി, നിങ്ങളുടെയൊക്കെ പോകാതിരിക്കട്ടെ.